മോൾക്കായിട്ടൊരു കുഞ്ഞു പാവാട. കടയിൽ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ബ്ലാക്കിൽ ഇതുപോലെ പൂ വരുന്നത്. അത് കുറച്ച് 3 മീറ്റർ എടുത്ത് മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ സിംഗറിൻ്റെ മെഷീനെ കുറിച്ചാണ് കേട്ടോ. ആദ്യമായിട്ട് കട തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഈ സിംഗറിൻ്റെ മെഷീൻ. ഒരുപാട് കടയെ പോലെ തന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു മെഷീനാണ് എനിക്ക്. കാരണം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഇത് ഞാൻ വാങ്ങിയത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് എൻ്റെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഷേപ്പ് അടിച്ച് കൊടുക്കാനും ഇറക്കം കുറച്ച് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ചാർജ് ഈടാക്കിയിട്ടില്ല. ഫ്രീ സർവീസായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് പലപ്പോഴും എനിക്ക് മെനയാകാറുമുണ്ട്, നന്നായിട്ട് ഇടങ്ങേറുണ്ടാക്കിയിട്ടുമുണ്ട്. പലപ്പോഴും അവർ എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീലായിട്ടുണ്ട്. കാരണം ഞാൻ 1 രൂപ പോലും വാങ്ങിക്കാണ്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധനം വിൽക്കാനിരിക്കുന്നത് അത് കൊടുത്താൽ മാത്രം മതിയാവും. പക്ഷേ ഇതും കൊണ്ട് പുറത്ത് വേറെങ്ങും അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എട്ടാം ക്ലാസ് മുതൽ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് താല്പര്യം വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ ബന്ധത്തിലുള്ള വീട്ടിൽ മെഷീനുണ്ട്. ഞാൻ അവർ കാണാണ്ട് മെഷീനിൽ കയറി ചവിട്ടാൻ തുടങ്ങി. അപ്പം ഈ മെഷീൻ ചവിട്ടുന്നത് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിന് പണി വരും. എനിക്ക് പലപ്പോഴും വഴക്കം കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു തയ്യലിനോടുള്ള ഒരു പ്രിയം വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അത് അന്ന് മുതൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലും വാങ്ങി. അതിനുശേഷം ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഷേപ്പ് അടിക്കാനൊന്നും മറ്റ് എന്ത് കാര്യത്തിലായാലും പുറത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ റെഡിമെയ്ഡ് ആണല്ലോ, സ്റ്റിച്ചിങ് കുറവാണല്ലോ. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനം ഷേപ്പ് അടിക്കുന്നതല്ല. മോൾട്ടതായാലും ഞാൻ പുറത്തെങ്ങും കൊടുക്കാറില്ല, സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിലേക്ക് വരുന്ന കസ്റ്റമറിനൊക്കെ ഈ ഷേപ്പ് അടിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ. അപ്പം 3-4 കസ്റ്റമർ നിൽക്കുമ്പം ചിലപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവർ കമാൻഡ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ തന്നെ വേണം, എനിക്ക് പോകണം, പിന്നെ വരാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. പതിയെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ ഔദാര്യമാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ കമാൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പൈസ വാങ്ങിക്കേണ്ട അവരുടെ കമാൻഡ് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കസ്റ്റമർ അങ്ങനെയാണ്, പലവിധമാണ്. അപ്പം പതിയെ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. നമ്മൾ സാധനം കൊടുക്കുക, അവർ സാധനം വാങ്ങിച്ചുകൊണ്ട് പോവുക. നമുക്ക് ഇതിൻ്റെ പരിപാടിയില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പലപ്പോഴും സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് അത്ര.